സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 1 ശമൂവേൽ അധ്യായം 2 21 തിരുവചനം. യഹോവ ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 1 ശമൂവേൽ 2 അധ്യായം 21 തിരുവചനത്തിൽ ഹന്ന എന്ന സ്ത്രീ ദൈവത്തിന് ഒരു മകനെ നൽകിയപ്പോൾ ദൈവം അവൾക്ക് കൊടുത്ത 5 മക്കളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ദൈവത്തിന് എന്തെങ്കിലും നൽകിയാൽ അത് നമ്മുടെ സമയമാകാം, നമ്മുടെ സമ്പത്താകാം, നമ്മുടെ ആരോഗ്യമാകാം, ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ കഠിനാധ്വാനങ്ങൾ അഥവാ പ്രവൃത്തിയാകാം, നേർച്ചകളോ കാഴ്ചകളോ വഴിപാടുകളോ എന്തോ ആയിക്കൊള്ളട്ടെ. ദൈവത്തിനു വേണ്ടി, അതുപോലെ ദൈവാലയത്തിനു വേണ്ടി, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ നാമത്തിൽ നാം എന്തെങ്കിലും നൽകിയാൽ ദൈവം അതിന് പല മടങ്ങ് പ്രതിഫലം നൽകുവാൻ വിശ്വസ്തനാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം ആർക്കും കടപ്പെട്ടിരിക്കുന്നില്ല. പ്രത്യുത നാമാണ്, അഥവാ മനുഷ്യരാണ് ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്നത്. 1 ശമൂവേൽ 1 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം ഹന്നയെ കാണുന്നത് മക്കളില്ലാത്ത ശപിക്കപ്പെട്ട ഒരു വന്ധ്യയായിട്ടാണ്, അഥവാ മച്ചിയായിട്ടാണ്. അത് നിമിത്തം അവൾ വളരെയധികം ഭാരപ്പെട്ടു. അവളെ വ്യസനിപ്പിക്കുവാൻ, വേദനിപ്പിക്കുവാൻ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുവാൻ അവളുടെ ഭവനത്തിൽ തന്നെ ഒരു പ്രതിയോഗി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവൾ വളരെ നാൾ ആ വേദനയും മുറിപ്പെടുത്തുന്ന വാക്കുകളും സഹിച്ച് അവിടെ കഴിഞ്ഞു. വേദന, ദുഃഖം, ശപിക്കപ്പെട്ട വാക്കുകൾ, ഇതെല്ലാം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ദിവസം അവൾ ദൈവാലയത്തിൽ പോയി. അവൾ ഒരു നേർച്ചയും നേർന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ദൈവമേ, നീ എനിക്കൊരു മകനെ നൽകിയാൽ ഞാൻ അവനെ നിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുമെന്നായിരുന്നു ഹന്നായുടെ നേർച്ച. അവൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശേഷം അവളുടെ വീട്ടിൽ പോയി. 1 വർഷത്തിന് ശേഷം അവൾക്കൊരു മകനെ ലഭിച്ചു. അവൾ ആ മകന് ശമൂവേൽ എന്ന് പേരിട്ടു. ദാൻ മുതൽ ബേർഷേബ വരെ കർത്താവിൻ്റെ ശുശ്രൂഷ വളരെ ശക്തിയോടെ ചെയ്ത ഒരു പ്രവാചകനായിരുന്നു ശമൂവേൽ. ഇങ്ങനെ മക്കളില്ലാതിരുന്ന ഹന്നയ്ക്ക് ദൈവം ഒരു മകനെ നൽകിയപ്പോൾ അവൾ തൻ്റെ നേർച്ചയും ദൈവത്തോടുള്ള ഉടമ്പടിയും അനുസരിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായി ആ മകനെ സമർപ്പിച്ചപ്പോൾ ദൈവം ഹന്നായെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ വചനമാണ് നാം 1 ശമൂവേൽ 2 അധ്യായം 21
തിരുവചനത്തിൽ വായിച്ചത്. ഈ വാക്യത്തിൽ ആദ്യം കാണുന്നത് ദൈവം ഹന്നായെ കടാക്ഷിച്ചതാണ്. ദൈവത്തിൻ്റെ കടാക്ഷം വഴി അവൾക്ക് ലഭിച്ച നന്മകൾ തുടർന്നെഴുതിയിരിക്കുന്നു. 3 പുത്രന്മാരും 2 പുത്രിമാരും അവൾക്ക് ലഭിച്ചു. എന്നെ ശ്രമിക്കുന്ന പ്രിയ വിശ്വാസികളെ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുന്നത് ഒരിക്കലും പാഴായി പോകുകയില്ല. പല മടങ്ങായി നാം ദൈവത്തിന് വേണ്ടി നൽകിയത് അവിടുന്ന് തിരിച്ചു നൽകും. ആമേൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടും